ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ളത് കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്. അധികമൊന്നുമില്ല, വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉള്ളത്. അതിൽ അഗ്ലോണിമയുടെ കുറച്ച് സിംഗിൾ പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ CC, പിന്നെ കലാത്തിയും അഗ്ലോണിമയുടെ ഒരു കുട്ടി കോമ്പോ. അപ്പോൾ ഇതെല്ലാം അധികമില്ല, ഞാൻ വീഡിയോയിൽ വെച്ചിട്ടുള്ള ആ എണ്ണം മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ അവൈലബിൾ അല്ല. അതുകൊണ്ടുള്ളത് ഞാൻ ഏതാ കൂടുതലുള്ളതെന്ന് വെച്ചാൽ അത് ഞാൻ അങ്ങനെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൊറിയർ വന്നിട്ട് മൺഡേ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ ആഴ്ച തൊട്ടെടുത്ത എല്ലാ കൊറിയറും നമ്മൾ മൺഡേയിലേക്കാണ്, നാളെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന കൊറിയർ ബുധനാഴ്ച ആയിട്ടാണ് കേട്ടോ നമുക്ക് ഇനി വരുന്ന ബാലൻസ് കൊറിയർ വരുന്നത്. അപ്പോൾ നമുക്ക് സെയിലിന് വെച്ചുള്ള ഓരോ പ്ലാന്റുകളിലേക്ക് കടക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലത്തെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് മദർ പ്ലാന്റ് ആണേ, ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ ഐഡിയ ഒന്നും എനിക്കറിയില്ല കേട്ടോ. നല്ല വലുപ്പമുള്ള പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള ലീഫുമാണ് കേട്ടോ. ഇതിൽ ഒരു ഷൂട്ട് ഉണ്ട്, ഒരു പ്ലാന്റ് ഒരെണ്ണം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു ഷൂട്ട് വന്നത് ആവുമെന്നുള്ള അറിയില്ല. അതെ, ഒരു ഷൂട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതേ പ്ലാന്റിൻ്റെ കട കണ്ടാൽ അറിയാം, നല്ല പ്രായമെത്തിയ കടയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല മൂത്ത കടയാണ് കേട്ടോ. ഇതിൻ്റെ നല്ല വലിപ്പമുള്ള മദർ പ്ലാന്റ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് എന്ന് പറയുന്നത്. 250 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. സാധാരണ സീഡ്ലിങ്ങോ ചെറിയ പ്ലാന്റ് അല്ല, മദർ പ്ലാന്റ് ആണ്. നമുക്ക് വലിയൊരു ചട്ടിയിലൊക്കെ സുഖമായിട്ട് വെക്കാം കേട്ടോ, അത്രയും വലിയ പ്ലാന്റാണ്. ഞാനത് പറിച്ചിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പോട്ടിൽ തന്നെ നിൽക്കണില്ല, കാരണം വലിയ പോട്ടുകളുണ്ടായിരുന്നൊക്കെ ഞാൻ ഇതിലും വലിപ്പമുള്ള പോട്ടുകളൊക്കെ ഞാൻ കൊടുത്തു. പിന്നെയുള്ളത് ഇങ്ങനെ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള പോട്ടുകളാണ്. അതെന്തായാലും ഞാൻ വെക്കണില്ല വീട്ടിൽ, അതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത കാരണമാണ് കേട്ടോ. ഞാൻ കുഞ്ഞി പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. നല്ല സ്ട്രോങ് കടിയൊക്കെയാണ് കേട്ടോ, നിറച്ച റൂട്ടൊക്കെ ആയിട്ട്. ഇതാണ് ഒരു പ്ലാന്റ് എന്ന് പറയണത്. 250 റേറ്റ്. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണേ. കണ്ടോ, ഇതും മദറായുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ്. കളർ കണ്ടോ, ഓറഞ്ച് കളറാണ് കേട്ടോ ഇത് ലിപ്സ്റ്റിക്ക്. നല്ല ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ ലീഫിലൊക്കെ. അതേ കണ്ടോ, നല്ല ഷെയ്ഡ് വന്നിട്ടുണ്ടേ. ഇതിനകത്തൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതേ കണ്ടോ, ഒരു തൈ വരുന്നുണ്ട്, 2 ലീഫ് ഒരെണ്ണം വിരിയണ ഒരു തൈ ഉണ്ട് കേട്ടോ, മദർ പ്ലാന്റ്. ഇതിൻ്റെ 2 എണ്ണം ഉണ്ട് കേട്ടോ. അതെ, ഇതും കൂടി ഓറഞ്ച് ലിപ്സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ. നല്ല ഇപ്പോൾ ലീഫിൻ്റെ സെൻറ്ററൊക്കെ നോക്കി കാണാം, റെഡ് കളറിൽ കറക്റ്റ് റെഡ് ഓറഞ്ച് ഷെയ്ഡിൽ ഇത് വന്നിട്ടുണ്ട് കേട്ടോ പ്ലാന്റിന്. 2 പ്ലാന്റാണ് നമുക്ക് ഈ ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ. ഓറഞ്ച് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്, റെഡല്ല. റെഡാണ് നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് സെയിലിനായിട്ടുണ്ട് കേട്ടോ 2 എണ്ണം. ഇതിന് റേറ്റ് വന്നിട്ട് 200 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. 2 പ്ലാന്റാണ് ഉള്ളത്. ഓറഞ്ച് ലിപ്സ്റ്റിക്ക് 200 റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ 2 എണ്ണം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. ചെറിയ പ്ലാന്റോ അല്ലെങ്കിൽ കുഞ്ഞ് സൈസ് ഒന്നല്ല, അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഈ തിക്ക് ലീഫ് ആണ് കേട്ടോ. അത്രയധികം ലീഫ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല, അത്രയും ലീഫുകൾ 2 ഉണ്ട് കേട്ടോ. 2 പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ, അധികമില്ല കേട്ടോ. ഈ 2 എണ്ണം തന്നെ നമുക്കുള്ളൂ കേട്ടോ കൊടുക്കാനായിട്ട്. പിന്നെ നെക്സ്റ്റ് വന്നുള്ളത് റെഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ റെഡ് ലിപ്സ്റ്റിക്ക് ഭയങ്കര കളറുള്ള റെഡ് ലിപ്സ്റ്റിക്കാണ്. ഇന്നലത്തെ ഫുള്ള് റെഡായിരുന്നു. ഇത് മദറായ കാരണമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഷൂട്ട്സ് ഇപ്പോൾ ഇതിനകത്തൊരു ബേബി ഷൂട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് നല്ല കളറിലായിട്ട് വരുന്നത്. സാധാരണ റെഡ് ലിപ്സ്റ്റിക്ക് കൂടുതലും ഗ്രീനാണ് കാണിക്കുക. അതിൽ ബേബി വിരിയുന്നത് പോലും നോക്കിയാൽ നല്ല കളറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ വിരിയണ ലീഫാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇതേ കണ്ട ഇവിടെ ഒരു ഷൂട്ട് വരുന്നുണ്ട്, അതുപോലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. റെഡ് കളറിലാണ് വരുന്നത് കേട്ടോ, അല്ലാണ്ട് സാധാരണ ഗ്രീൻ കളറിലല്ല വരുന്നത്, റെഡ് കളറിലാണ്. വിരിയണ ലീഫാണെങ്കിലും ഉള്ളൊക്കെ റെഡാണ് കേട്ടോ. ഇതാണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതും 200 തന്നെയാണ് റേറ്റ്. റെഡ് ലിപ്സ്റ്റിക്ക് എന്ന് കരുതിയിട്ട് നമുക്കിത് പോട്ടിൽ ആണ് കിട്ടണത്. അവർ ഇപ്പോൾ ലിപ്സ്റ്റിക് വെറൈറ്റികളുടെ കൂട്ടത്തിൽ വെച്ചിട്ടുള്ള കാരണം അവർ കോമൺ റേറ്റാണ് നമുക്കിതിന് തരുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ റെഡ് ലിപ്സ്റ്റിക്ക് കിട്ടാനുണ്ട്, ഇല്ല ഞാൻ പറയണില്ല, പല സ്ഥലത്തും 50-100 രൂപയ്ക്കൊക്കെ കിട്ടാനുണ്ട് റെഡ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങാം. എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ തന്നെ ആയിരിക്കും, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമുക്കിത് ഒറ്റ റേറ്റിലാണ് നമുക്ക് ലിപ്സ്റ്റിക്കുകളെല്ലാം കിട്ടണത്. അപ്പോൾ ഇത് റെഡാന്ന് കരുതിയിട്ട് റേറ്റ് വ്യത്യാസമില്ല, ഒറ്റ റേറ്റിൽ തന്നെയാണ് നമുക്കിത് കിട്ടണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കോമൺ റേറ്റ് തന്നെ ഇതിനും പറയുന്നത്. 200 തന്നെയാണ് റേറ്റ്. അപ്പോൾ ഇതിലും ഒരു ഷൂട്ടുണ്ട്, ഒരു ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതിലൊരു ഷൂട്ടുണ്ട്, ഇതിലില്ല കേട്ടോ, ഇതിൽ ഷൂട്ടില്ല. പക്ഷെ നല്ല വലിപ്പം
വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ നോക്കി വാങ്ങാം. ഞാൻ പിന്നെ ഇത് എടുത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ എടുത്ത അഗ്ലോണിമയിൽ ഭയങ്കര ഭംഗിയാണ് കളർ. ആ കളർ കണ്ടിട്ട് ഞാൻ എടുത്താണ്. ഇന്നലെ ഞാൻ ആ റെഡ് ഇട്ടിട്ട് ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചു, ഒരാൾക്കാണ് കൊടുക്കാണ്ടായെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പോയപ്പോൾ കണ്ടപ്പോൾ ഇള്ളിയിൽ റെഡ് കണ്ടപ്പോൾ ഞാൻ ആ തൈയൊക്കെ വരുന്നത് ഞാൻ കാണിച്ചല്ലോ, റെഡ് ലീഫ് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഭംഗി കണ്ടിട്ട് എടുത്താണ് കേട്ടോ അത്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം നോക്കിയിട്ട് മതി. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയായിരിക്കും ഇത് റേറ്റ് കൂടുതലല്ലേന്ന്. ആണ്, കാരണം ഇതിലും കുറവിന് കിട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എടുക്കുക. എനിക്കാണെങ്കിൽ ഇതിലും വിട്ട് കുറച്ച് തരാൻ പറ്റില്ല അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോമൺ റേറ്റിന് കിട്ടണം, എല്ലാതും ഒറ്റ റേറ്റിന് കിട്ടണം. കാരണം എനിക്ക് എൻ്റെ ലാഭം എടുത്ത് വരുമ്പോൾ നമുക്ക് ഈ റേറ്റ് തന്നെ ആവും. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പോയില്ലെങ്കിൽ ഞാൻ അവിടെ ചട്ടിയിൽ വയ്ക്കും. ഞാൻ ആ കളർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് കേട്ടോ. സെയിം റേറ്റ് തന്നെയാണ്. ഇത് മാത്രം 250, ബാക്കി ഇതെല്ലാം 200 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതിൽ വെച്ചിട്ടുള്ള ഒരെണ്ണം തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, എക്സ്ട്രാ ഇല്ല കേട്ടോ നമുക്ക്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വന്നുള്ളത് ഒരു കോംബോ ആണ് കേട്ടോ. ഇത് റെഡ് വൈൻ്റെ കോംബോയാണ്, കലാത്തിയ റെഡ് വൈനാണ് കേട്ടോ. ഇത് വന്നിട്ട് അഗ്ലോണിമ റെഡ് വൈൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ. ഈ കോംബോയുടെ റേറ്റ് വന്നിട്ട് 300 രൂപയാണ് കേട്ടോ കോംബോയുടെ റേറ്റ് വരുന്നത്. അഗ്ലോണിമയുടെ റെഡ് വൈനും കലാത്തിയുടെ റെഡ് വൈനും കേട്ടോ. ഇത് ഒരെണ്ണേ ഉള്ളൂ, എക്സ്ട്രാ ഇല്ലേ. ഇന്നലെ നമ്മൾ കലാത്തിയുടെ റെഡ് വൈനും തോട്ടിയും കൂടി ഇട്ടത്, അതും ഒത്തിരി ആൾക്കാർ ചോദിച്ചു. പക്ഷേ അതിൽ തോട്ടി വേറെ ഉണ്ടായിരുന്നില്ല തരാനായിട്ട് കേട്ടോ. അപ്പോൾ അവസാനത്തെ പ്ലാന്റുകളായി ഒക്കെ ഓരോന്ന് വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്, ഇല്ല എന്ന് പറയണത് കേട്ടോ. നമ്മൾ വേറെ ലോഡ് ഇറക്കിയിട്ടില്ല. ഞാൻ മഴ കാരണം കയ്യിൽ മഴ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ചോദിച്ചില്ല. അങ്ങനെയാണ് നിൽക്കണത്. അപ്പോൾ ഞാൻ കയ്യിലുള്ളതും കുറച്ചടുത്തുനിന്ന് കിട്ടുന്ന അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ എടുക്കണത്. ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ ലോഡൊന്നും ഇറക്കണില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഒരേ സെറ്റ് എനിക്ക് തരാനുണ്ടാവുള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ നെക്സ്റ്റ് കോംബോ. 300 രൂപയാണ് കോംബോയുടെ റേറ്റ് വരുന്നത് കേട്ടോ. കലാത്തിയ റെഡ് വൈനും അഗ്ലോണിമ റെഡ് വൈനും കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത്, ഒരു മിനിറ്റ് ഉറുമ്പ് കടിച്ചിട്ട് ഇവിടെ. നെക്സ്റ്റ് നമുക്കൊന്നുള്ള ഈ ഫ്രോസിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് ഡബിൾ ഷൂട്ടായുള്ള പ്ലാന്റാണ്, പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റാണ്. ഇതേ കണ്ട മദറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ് പ്ലാന്റ്. ഫ്രോസിൻ്റെ ഡബിൾ ഷൂട്ടാണ് കേട്ടോ ഇത് വരുന്നത്. ഫ്രോസൻ കണ്ടില്ലേ, 300 രൂപയാണ് കേട്ടോ ഈ ഫ്രോസിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഐഡിയ അറിയണവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടോളാം. ഞാൻ കമൻറ്റൊക്കെ നോക്കുന്നുണ്ട്, കാണാണ്ടിരിക്കണമൊന്നുമില്ല. ഇത് പുതിയ വെറൈറ്റി തന്നെയാണ്, പക്ഷേ എനിക്കിതിൻ്റെ ഐഡിയ അറിയില്ല. എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടണത്. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം കണ്ടപ്പോൾ റേറ്റുള്ള കാരണം ഞാൻ അധികം എടുക്കാനും നിന്നില്ല. ഒറ്റൊരു പ്ലാന്റേ ഞാൻ ഇത് എടുത്തുള്ളൂ. റേറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. നമുക്കിത് പോവില്ല എന്നുള്ള അറിയണില്ല. ഞാൻ ആദ്യമായിട്ട് ആണ് ഈ ഒരു വെറൈറ്റി സെയിൽ ചെയ്യണത്. ഇതുവരെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു വെറൈറ്റി സെയിൽ ചെയ്യണത്. ഇത് ഒരു മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. അഗ്ലോണിമയാണ്. ഭയങ്കര നാരോ ലീഫാണ് കേട്ടോ, നമ്മുടെ റൈസ് നാരോയുടെ ഒക്കെ പോലെ. പക്ഷേ ലീഫിന് കുറച്ച് ഒരു ഓവൽ ഷേപ്പിന് കുറച്ച് ചേഞ്ച് ഉണ്ട്. മറ്റേതുപോലെയല്ല, അതേ കണ്ടോ, ഇങ്ങനെയുള്ളൊരു ലീഫാണ്. ഇതിൻ്റെ ഐഡിയ ഒന്നും എനിക്കറിയില്ല. ഇതിനകത്ത് 3 ഷൂട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, കുഞ്ഞ് ബേബി ഷൂട്ട്. ഇത് ഒരു മിനിയേച്ചർ പോലെ നിൽക്കണ കാരണം തന്നെ ഷൂട്ടിന് അധികം വലിപ്പമില്ല. 3 ഷൂട്ട് ഉണ്ട്, 2-3 ഷൂട്ട് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അതെ, ഇതാണ് പ്ലാന്റ് വരുന്നത്. ഇത് ഒറ്റ ഒരെണ്ണം ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ. ഞാനിത് വിലയുള്ള കാരണം ഞാൻ അങ്ങനെ എടുത്തില്ല. എനിക്കിത് പോവില്ല എന്നുള്ളത് അറിയില്ല. ഞാൻ എന്നാലും കണ്ടപ്പോൾ ഇതുവരെ കിട്ടാത്ത വെറൈറ്റി ആയതുകൊണ്ട് എടുത്താണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 350 രൂപയാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം നോക്കി വാങ്ങാം. എനിക്കിതിലും കുറവിന് തരാനായിട്ടില്ല. ഞാൻ തന്നെ ഇത് ഒറ്റ പ്ലാന്റ് എടുത്തിട്ടുള്ളൂ, വേറെ എടുത്തിട്ടില്ല. എനിക്ക് കിട്ടാനും ഉണ്ടായിരുന്നില്ല. 1-2 എണ്ണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് ഒരെണ്ണം ഇത് കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തു. എനിക്ക് പിന്നെ നമുക്കതങ്ങനെ പൂവ് അങ്ങനെയൊന്നും അറിയാത്ത കാരണം കേട്ടോ. 350 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതേ ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ ഐഡിയ അറിയണവരൊന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്കുള്ളത് ഈ ഒരു കോംബോ ആണ്. അതായത് CC പ്ലാന്റിൻ്റെയും CCയുടെ തന്നെ ഗ്രീൻ CCD ബ്ലാക്ക് CCയുടെയും പ്ലാന്റ്. ഇത് നിറച്ച് ഷൂട്ട്സ് ആണ് കേട്ടോ. ഈ ഒരു പോട്ടിൽ നിറച്ച് ദുരൂരാന്ന് കാണുന്നത്, ഓരോന്ന് കാണുന്നതും ഓരോ ഷൂട്ട്സ് ആണ് കേട്ടോ. നമുക്കത് പൊളിച്ചതിന് സെപ്പറേറ്റ് കിഴങ്ങുകളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതിലതേ പൊളിച്ചതിന് സെപ്പറേറ്റ് കിഴങ്ങുകളായിട്ട് കിട്ടും. നമുക്ക് ഈ ഒരു കോംബോയുടെ റേറ്റ് വരുന്നത് 140 രൂപയാണ് കേട്ടോ കോംബോയുടെ റേറ്റ് വരുന്നത്. ഇത് നമ്മൾ പോട്ടോട് കൂടി അയച്ചു തരും കേട്ടോ, രണ്ടും കൂടിയിട്ട്. നമ്മൾ അയക്കൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് അയക്കണമെങ്കിൽ തന്നെ പോട്ട് കത്തി ചൂടാക്കി ഉരുക്കിയെടുത്തിട്ട് പൊളിച്ചിട്ട് അയക്കേണ്ടി വരും. കാരണം കിഴങ്ങ് നിറഞ്ഞിട്ടേ ഇതിൽ ബ്ലാക്ക് CCയിൽ നിറച്ച് കിഴങ്ങാണ്. പോട്ടിൻ്റെ ഷേപ്പ് തന്നെ മാറിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ്
നമ്മുടെ ലാസ്റ്റത്തെ കോംബോ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇത്ര പ്ലാന്റ്സാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത്. ഇത് എല്ലാതും നമുക്ക് ഈ കാണുന്ന അളവിൽ തന്നെ തരാനുള്ളൂ കേട്ടോ. വേറെ എക്സ്ട്രാ എടുക്കാനായിട്ടില്ല. ഒറ്റ പ്ലാന്റും ഇതിൽ ഈ സീസിയ മാത്രം ഒരു സെറ്റും കൂടി, അതിലും കൂടുതലില്ല, ഒരു സെറ്റ്. ഇനിയുള്ളതെല്ലാം ചെറുതാണ്, വലുത് മാത്രമാണ് കൊടുക്കുന്നത്. ഉള്ളിൽ ഷൂട്ട്സ് വന്നിട്ടുള്ളതേ. അപ്പോൾ ഒരു സെറ്റ് എടുക്കാനുണ്ടാവും. ഇപ്പം ഞാൻ നന്നായി അകത്തി പിടിച്ചിട്ട് എടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം കാണുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം വലിപ്പം വരുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് കേട്ടോ അന്നത്തെ പ്ലാന്റ്സ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിലേതെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അതിൽ നോക്കിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ കൊറിയർ വന്നിട്ട് ബുധനാഴ്ച അങ്ങനെ ആയിട്ടാവും കേട്ടോ വരാം. തിങ്കളാഴ്ച പറ്റുകയാണെങ്കിൽ ഞാൻ അയക്കും, അല്ലെങ്കിൽ ബുധൻ കേട്ടോ.